അടുത്തിടെ പെന്റഗണിൽ നിന്നും ഒരു പത്ര റിപ്പോർട്ട് പുറത്തിറക്കി. അതായത് മെയ് 16-ന് റഷ്യ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹം ഒരു അമേരിക്കൻ ചാര ഉപഗ്രഹത്തെ പിന്തുടരുകയാണ്. അതിനാൽ ഞങ്ങളുടെ സംശയം സ്ഥിരീകരിച്ചാൽ ഇതൊരു ബഹിരാകാശ ആയുധമാണ്. റഷ്യ ആദ്യമായി ഒരു ലേസർ ആയുധ ഉപഗ്രഹം വിക്ഷേപിച്ചു. അത് അമേരിക്കൻ ഉപഗ്രഹങ്ങളെ എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കാൻ തയ്യാറാണ് എന്ന്. പക്ഷേ അതെങ്ങനെ ശരിയാകും? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപല്ലേ ബഹിരാകാശ ആയുധങ്ങളുടെ ഉപയോഗം നിരോധിക്കാൻ റഷ്യ UNSCയിൽ പ്രമേയം കൊണ്ടുവന്നത്? എന്നിട്ട് അവർ തന്നെ ബഹിരാകാശ ആയുധം വിക്ഷേപിച്ചോ എന്ന് ചോദിച്ചാൽ അതെ. ഇന്നത്തെ വീഡിയോയിലൂടെ റഷ്യയുടെ ബഹിരാകാശ ആയുധം എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് അമേരിക്ക എങ്ങനെ ബാധിക്കും, അതെങ്ങനെ ഉക്രൈനെ നശിപ്പിക്കും, ഇതാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒന്നാമതായി നമുക്ക് ഒരു ഉപഗ്രഹത്തെ രണ്ട് രീതിയിൽ തിരിക്കാം. ഒന്ന് സിവിലിയൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത്, മറ്റൊന്ന് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനായി സഹായിക്കുന്ന ഉപഗ്രഹങ്ങളെ സൈനിക ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ബഹിരാകാശ ഉപഗ്രഹങ്ങളെ കൊണ്ട് ഫോട്ടോ എടുക്കാനും ചാരപ്പണി ചെയ്യാനും ആശയവിനിമയത്തിന് സഹായിക്കാനും സാധിക്കും. ഇതൊക്കെ മാത്രമാണ് ബഹിരാകാശ ഉപഗ്രഹങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ബഹിരാകാശത്തു നിന്നും ആയുധം ഭൂമിയിലേക്കിട്ട് അതുവഴി ശത്രുവിനെ നേരിട്ട് നശിപ്പിക്കാനുള്ള കഴിവൊന്നും ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾക്കൊന്നുമില്ല. അതിനാൽ ഒരു സൈനിക ഉപഗ്രഹം എങ്ങനെ താഴെയുള്ള സൈന്യത്തിലെ സൈനികരെ സഹായിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ഉക്രൈനെ ഒരു ഉദാഹരണമായി എടുക്കാം. അടുത്തിടെ റഷ്യയ്ക്ക് സമീപമുള്ള ഒരു വലിയ വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു. അതിൽ 3-ലധികം MiG-31 ഫോഴ്സ് ഹൗണ്ട് വിമാനങ്ങൾ പൂർണ്ണമായും നശിച്ചു. ആ എയർബേസിൽ സാരമായ കേടുപാടും സംഭവിച്ചു. അതിനെ ആക്രമിക്കാൻ അവർക്ക് അമേരിക്കയുടെ GPS-28 ബോംബുകൾ ആവശ്യമാണ്. കൂടുതലായും അമേരിക്കയുടെ വെപ്പൺസ് ആ എയർബേസിൽ എത്ര എണ്ണമുണ്ട്, എത്ര യുദ്ധവിമാനങ്ങളുണ്ട്, ഇവയൊക്കെ എവിടെയാണ് നിർത്തിവെച്ചിട്ടുള്ളത്, ഈ വിവരങ്ങളെല്ലാം ഉക്രൈന് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ഈ ആയുധം ഉപയോഗിച്ച് ആ വ്യോമതാവളത്തെ ആക്രമിക്കാൻ സാധിക്കൂ. അതിനാൽ ഒരു സാറ്റലൈറ്റ് ഉക്രൈന് നിർദ്ദിഷ്ട വിവരങ്ങൾ നൽകുന്നതിലൂടെ റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈന് സാധിച്ചു. അങ്ങനെയെങ്കിൽ സാറ്റലൈറ്റ് നേരിട്ട് യുദ്ധം ചെയ്യാതെ ഇൻഡയറക്റ്റായി ഉക്രൈനെ സഹായിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. ഇതാണ് മിലിറ്ററി സാറ്റലൈറ്റ്. എന്നാൽ സിവിലിയൻ സാറ്റലൈറ്റ്സ് സിവിലിയൻസിന് മാത്രമാണ് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അതും തെറ്റാണ്. സ്റ്റാർലിങ്ക് ഉപഗ്രഹത്തെ ഒരു ഉദാഹരണമായി എടുക്കാം. ഈ സാറ്റലൈറ്റ്സ് ഇലോൺ മസ്ക് വിക്ഷേപിച്ചത് ഇന്റർനെറ്റ് നൽകാൻ മാത്രമാണ്. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ആരംഭത്തിൽ ഉക്രൈന് GPS ലഭിക്കാൻ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിനാൽ ഉക്രൈൻ ഡ്രോണുകൾ ഉപയോഗിക്കാൻ എലൻ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപയോഗിച്ചു. കൂടാതെ നിരവധി ടെർമിനൽസ് എലോൺ മസ്ക് ഉക്രൈന് വ്യക്തിപരമായി നൽകിയെന്ന് ചില ആർട്ടിക്കിൾസും പറയുന്നു. ഈ ആർട്ടിക്കിൾസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എലോൺ മസ്ക് സപ്ലൈ ചെയ്ത ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനും റഷ്യക്കാരുടെ പട്ടാളക്കാരെ നശിപ്പിച്ച് റഷ്യക്കാരുടെ പ്രതിരോധ നിരകൾ നുഴഞ്ഞു കയറി ഗ്രനേഡുകൾ എറിയാനും അവരത് ഉപയോഗിച്ചുവെന്ന്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് സിവിലിയൻ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചാണ്. അങ്ങനെയെങ്കിൽ മിലിറ്ററി സാറ്റലൈറ്റ്, സിവിലിയൻ സാറ്റലൈറ്റ് എന്ന് രണ്ടായി തരംതിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഏത് സാറ്റലൈറ്റ് ബഹിരാകാശത്തുണ്ടെങ്കിലും അതിനെ ആക്രമണത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും എന്നല്ലേ അർത്ഥം. അതിനാൽ സ്റ്റാർലിങ്ക് ആണ് ഈ മിലിറ്ററി സിവിലിയൻ എന്ന കോൺസെപ്റ്റ് ഇല്ല. ഏത് സാറ്റലൈറ്റ് ബഹിരാകാശത്തുണ്ടെങ്കിലും അതിനെ നമുക്ക് ആക്രമണത്തിന് ഉപയോഗിക്കാമെന്ന് തെളിയിച്ചു. നിങ്ങൾക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയും എലൻ മസ്കിന്റെ നയതന്ത്രം എങ്ങനെ സന്തുലിതമാണെന്ന്. ക്രീമിയയിൽ സെവസ്റ്റോപോൾ എന്ന ഒരു ബേസ് ഉണ്ട്. ഈ താവളത്തെ ആക്രമിക്കാൻ ഉക്രൈനിയക്കാർ കടൽ വഴി സഞ്ചരിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ആ ആക്രമണം വളരെ ക്രൂരമായിരുന്നു. കാരണം അവർ മുഴുവൻ കപ്പലുകളെയും ആക്രമിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ നമുക്ക് സെവസ്റ്റോപോളിന്റെ ആക്രമണം പേൾ ഹാർബറുമായി ലിങ്ക് ചെയ്യാം. കാരണം ഹവായിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ പേൾ ഹാർബർ അറ്റാക്ക് എന്നത് വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുവഴി ജപ്പാനീസ് ജനത എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഉക്രൈനും നേടാൻ ആഗ്രഹിച്ചത്. അതായത് റഷ്യക്കാർ പേടിച്ച് പിൻവാങ്ങുമെന്ന്. അതിനാൽ ഈയൊരു ആക്രമണം നടത്താൻ അവർക്ക് പതിവ് പോലെ സ്റ്റാർലിങ്ക് ആവശ്യമായി വന്നു. എന്നാൽ എലോൺ മസ്ക് സ്റ്റാർലിങ്ക് നൽകാൻ വിസമ്മതിച്ചു. സെവസ്റ്റോപോൾ ആയാലും റഷ്യയുടെ ഔദ്യോഗിക അതിർത്തികളിലാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർലിങ്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ അദ്ദേഹം തീരുമാനിക്കാൻ കാരണം ഹവായിയിലെ പേൾ ഹാർബർ ദുരന്തം ജപ്പാനെ ആക്രമിക്കാനുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു. അതുപോലെ ഉക്രൈനെ ആക്രമിക്കാൻ പേൾ ഹാർബർ ആക്രമണവും ഒരു ചവിട്ടുപടിയാകും. അതിനാൽ ഉക്രൈൻകാർ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കയ്യിൽ രക്തം തെറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എലോൺ മസ്ക് കൈകഴുകി. ഇതൊരു നല്ല കാര്യമാണ്. കാരണം റഷ്യക്കാരെ പ്രേരിപ്പിച്ച് അതിലൂടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് അവർക്ക് തന്നെ പ്രശ്നമാകും. അതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്വകാര്യ കമ്പനിക്ക് എങ്ങനെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് വൻ ആക്രമണങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളത് നമുക്കിതിലൂടെ കാണാൻ സാധിക്കും.
ബഹിരാകാശത്തുള്ള എല്ലാ ഉപഗ്രഹങ്ങളും ഏതോ ഒരു രീതിയിൽ സൈന്യത്തെ ആക്രമിക്കാനും രാജ്യത്ത് നുഴഞ്ഞു കയറാനും കുറച്ച് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴുള്ള എല്ലാ അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളും ചെയ്യുന്നത് റഷ്യൻ സൈനികരുടെ ചലനം ട്രാക്ക് ചെയ്യുക, എത്ര ഉപകരണങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു, അവരുടെ എയർബേസിൽ എത്ര യുദ്ധവിമാനങ്ങളുണ്ട്, ഇങ്ങനെ അവർ ധാരാളം ഡേറ്റ ശേഖരിച്ച് ഉക്രൈന് നൽകുന്നു. അതിനാൽ റഷ്യക്കാർ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്തെ അവർ ആക്രമിക്കാൻ പോകുന്നു, അവർ ഈ പ്രദേശത്ത് 50,000 സൈനികരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ സാധിക്കും. അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ആശയവിനിമയം നടത്താനും ചിത്രങ്ങൾ എടുക്കാനോ ഒരു ഡാറ്റ ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സൈന്യത്തെ ആക്രമിക്കാനും നമുക്കത് ഉപയോഗിക്കാം. സിവിലിയൻ ഗ്രേഡ് അല്ലെങ്കിൽ മിലിറ്ററി ഗ്രേഡ് എന്നൊന്നുമില്ല. ഇനി നമുക്ക് റഷ്യൻ ആയുധങ്ങളെക്കുറിച്ച് സംസാരിക്കാം. റഷ്യക്കാർ UNSCയിൽ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അവർ തന്നെ ഈ ആയുധങ്ങൾ വിക്ഷേപിച്ചു എന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർക്ക് അമേരിക്കൻ സാറ്റലൈറ്റ് മൂലവും അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി സാറ്റലൈറ്റ് മൂലവും പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമിക്കുന്നു. അമേരിക്കയുടെ സാറ്റലൈറ്റ് ഉപയോഗിച്ച് വളരെ ഡീപ്പായി റഷ്യയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യയുടെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറിയിൽ ഉക്രൈൻ വിമാനങ്ങളിലൂടെ ബോംബുകൾ വീഴ്ത്തുന്നത് കാണാൻ സാധിക്കും. ആ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പ്രത്യേക വിമാനം, സെസ്ന പോലുള്ള ഒരു വിമാനം ആ ബോംബുകൾ എടുത്തെറിയുന്നു. ഈ വിമാനം ഒരു ഡ്രോൺ അല്ല, ഡ്രോൺ ചെറുതായിരിക്കും, അതിനൊരു 50-80 കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ വഹിക്കേണ്ട ശേഷി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് 100 കിലോയിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കും. ഈ ഒരു വിമാനം പ്രവർത്തിപ്പിക്കാൻ അവർക്കൊരു യന്ത്ര സാമഗ്രികൾ ആവശ്യമായുണ്ടല്ലോ. കാരണം നമ്മൾ വിമാനം മാനുവലായി പ്രവർത്തിപ്പിക്കണം, സ്റ്റിയറിംഗും റാഡാർ ഇതെല്ലാം ക്രമീകരിക്കണം. ഇതെല്ലാം ക്രമീകരിക്കാൻ അതിലെന്തെങ്കിലും മെക്കാനിസം വേണം, റോബോട്ട് പോലുള്ള എന്തെങ്കിലും വേണം. അത് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കിയാൽ CIA പ്രോജക്റ്റിൽ നിന്നാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു പ്രോജക്റ്റ്. അമേരിക്കയിൽ സംഭവിച്ചത് CIA ഒരു സെസ്ന വിമാനമെടുത്ത് അത് സ്വയം നിയന്ത്രിക്കാൻ ചില സംവിധാനങ്ങളും ചേർത്തു. അതൊരു ഡ്രോൺ പോലെ പ്രവർത്തിക്കും. അതുപോലെ തന്നെ CIA സഹായത്തോടെ അവർ ഉക്രൈനിലെ സെസ്ന വിമാനം എടുത്ത് അത് മോഡിഫൈ ചെയ്ത് ഈ ഡ്രോൺ ആക്രമണത്തിന് ഉപയോഗിച്ചു. അതവർ ചെയ്തതും ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നുഴഞ്ഞു കയറി ഇത്രയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, റഷ്യയ്ക്ക് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ബഹിരാകാശത്ത് ഉള്ളത് തന്നെ വലിയൊരു പ്രശ്നമാണ്. അത് മിലിറ്ററി സാറ്റലൈറ്റ് ആയാലും സിവിലിയൻ സാറ്റലൈറ്റ് ആയാലും. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർ 2567 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ആയുധങ്ങളെയും കൊണ്ടുപോയി എന്ന് നമുക്കെങ്ങനെ പറയാൻ സാധിക്കും? ഒരു പക്ഷേ അതൊരു സ്പൈ സാറ്റലൈറ്റ് ആകാമല്ലോ. ഇതിനെ ഒരു വെപ്പൺ സാറ്റലൈറ്റ് എന്ന് പറയാൻ കാരണം തന്നെ അത് അമേരിക്കൻ ഉപഗ്രഹത്തെ പിന്തുടരുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, പിന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാറ്റലൈറ്റിന് മറ്റൊന്നിനെ പിന്തുടരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അമേരിക്കക്കാർ പറയുന്നത് ഇതൊരു ഇൻസ്പെക്ടർ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ശത്രു സാറ്റലൈറ്റിനെ നശിപ്പിക്കാൻ കഴിവുള്ള ആയുധശേഷിയുള്ള ഉപഗ്രഹമെന്ന്. ആയുധശേഷി എന്ന് പറയുമ്പോൾ അത് ഏതു വഴി ശത്രുവിനെ നശിപ്പിക്കും എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളൊന്നുമില്ല. ചിലർ ഇതിൽ ലേസർ വെപ്പൺസ് ഉണ്ടാകുമെന്ന് പറയുന്നു. ചിലർ ഈ സാറ്റലൈറ്റ് ശത്രു സാറ്റലൈറ്റിന്റെ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തി ആ സാറ്റലൈറ്റിനെ പ്രയോജനകരമല്ലാത്ത രീതിയിൽ മാറ്റുമെന്നും പറയുന്നു. മറ്റു ചിലർ പറയുന്നത് ഈ സാറ്റലൈറ്റ് ശത്രു സാറ്റലൈറ്റുമായി കൂട്ടിമുട്ടി രണ്ടും നശിക്കും എന്ന് പറയുന്നു. അത്തരം നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. എന്നാൽ ഇവയെല്ലാം മാറ്റിവെച്ചാൽ ഈ ഉപഗ്രഹം അമേരിക്കൻ ഉപഗ്രഹത്തെ പിന്തുടരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്പേസ് ആയുധമാണ് എന്ന് തെളിയിക്കുന്നു. അതേസമയം റഷ്യക്കാർ ബഹിരാകാശത്ത് ആയുധം നിർത്താൻ തന്നെ കാരണം ശത്രുരാജ്യം അവർക്കെതിരെ മിലിറ്ററി സാറ്റലൈറ്റിലൂടെ ആയാലും സിവിലിയൻ സാറ്റലൈറ്റിലൂടെയായാലും അത്രയേറെ ആക്രമണം നടത്തുന്നത് കൊണ്ടാണ്. അതിനാൽ ബഹിരാകാശത്ത് അവർക്ക് ആയുധങ്ങൾ വയ്ക്കാൻ എല്ലാ അവകാശവും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.